آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون. ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കളെ, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ ആദരണീയരായ വ്യക്തിത്വങ്ങൾ, രക്ഷിതാക്കൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, ഈ ശബ്ദത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് ശ്രവിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, പ്രിയങ്കരരായ ഈ നാട്ടുകാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കേൾവിയെ, ഇരുത്തത്തെ, ഇത് സംഘടിപ്പിച്ചതിനെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു എവിടെ മരിച്ചാലും എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി കലിമത്തു ഷഹാദ ഉച്ചരിച്ച് അവൻ തൃപ്തിപ്പെട്ടവരായ നിലക്ക് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മരിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മരണം നമ്മളുമായി കണ്ടുമുട്ടുന്നതിന് മുമ്പേ ആ മരണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. മരിക്കുന്ന നേരത്തല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്, മരിക്കുന്നതിന് മുമ്പാണ്. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിഞ്ഞ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നൊരു ഹദീസ് നമുക്കൊക്കെ പലപ്പോഴും പരിചയമുള്ള ഹിഫ്ളുള്ളൊരു ഹദീസാണ്. അതെന്താണ് ആ ഹദീസിലുള്ളത്? വിശ്വാസികളുടെ കൂട്ടത്തിൽ നല്ലവൻ ആരാണ്? വിശ്വാസികളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാണ് എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായൊരു മറുപടി അഷ്റഫുൽ വറാ വഖാതമുൽ അംബിയാ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നുണ്ട്. മഹത്തുക്കളായ സഹാബികൾ, അവർ മുഹാജിറുകളും അൻസാറുകളുമാണ്. പ്രസിദ്ധരായി അതല്ലാത്ത ചില ആളുകളുണ്ട്. ആ അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് ഇബ്നു മാജ ഉദ്ധരിക്കുന്നു. ഹദീസ് സ്വീകാര്യോഗ്യമാണ്. എന്താ ചോദിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, വിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ മറുപടി പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, അവരിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ഏറ്റവും നല്ല ഖുലുഖുള്ള ആളുകൾ. വീണ്ടും ചോദിക്കുന്നു അദ്ദേഹം, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, വിശ്വാസികളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ, ബുദ്ധിജീവി ആരാണ്? നല്ല ബുദ്ധിയുള്ള ആൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, അക്തറുഹും ലിൽ മൗതി ദിക്റാ
അവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുന്നവൻ, വിശ്വാസികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നബി തിരുമേനി പറയാൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി അഥവാ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ഖബർ, മഹ്ശറ, വിചാരണ, സ്വർഗനരകങ്ങൾ, അള്ളാഹുവിൻ്റെ ലിഖാ, അള്ളാഹുവിൻ്റെ റിളാ, ഇങ്ങനെ തുടങ്ങി വിശാലമായൊരു ലോകമുണ്ട്, ദാറുൽ ആഖിറ. ആ ദാറുൽ ആഖിറത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറാകുന്നവൻ അവനാരോ അവർ തന്നെയാണ് ബുദ്ധിമാൻ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യമാണ് ഈ ഹദീസിലുള്ളത്. ആരാണ് മുഅ്മിനുകളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ എന്ന് ചോദിക്കുന്നിടത്ത് ഒന്നാമൻ മരണത്തെ ധാരാളമായി ഓർക്കുന്നവരാണ്. രണ്ടാമത്തത് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവർ, ഇത് രണ്ടും നമുക്കിന്ന് ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയമാണ് കുറഞ്ഞ സമയത്ത്. ഒന്നാമത്തത് മരണത്തെ ഓർക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞാൽ ഏത് നിമിഷവും മരിക്കുമെന്ന ബോധത്തോട് ഓർമ്മയോടെ ജീവിക്കുന്നവൻ, അതിനു വേണ്ടി തയ്യാറാകുന്നവൻ, എപ്പോ മരിച്ചാലും തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ലോകത്തിന് വേണ്ടി ക്രമീകരിച്ചവൻ. അല്ലാഹു അക്ബർ. എന്താ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞറിയോ? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. പറയുക നബി, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിയകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് അഥവാ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അള്ളാഹു നിങ്ങളെ വിവരമറിയിക്കുന്നതാണ് മരണത്തെ ഓർത്തുകൊണ്ടുള്ള ജീവിതം. അള്ളാഹുവിന്റെ ഖുർആനിൽ 67-ാമത്തെ അധ്യായം സൂറത്തു അൽ മുൽക്കിന്റെ 2-ാമത്തെ ആയത്തിൽ കാണാം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു. മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു. എന്തിനു വേണ്ടി? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവെന്നറിയാൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ പറഞ്ഞു പോയ വാചകം അഖ്ലസുഹു വ അസ്വബുഹു എന്നതാണ്. ഏറ്റവും നന്നായി അഹ്സനു അമല എന്നാണ്, ഒരിക്കലും അക്തറു അമല എന്നല്ല. ധാരാളമായി പണിയെടുക്കുക എന്നല്ല, ഏറ്റവും നന്നായി പണിയെടുക്കുക. അതെങ്ങനെയാണ് പണിയെടുക്കുന്നത്? അഖ്ലസുഹു വ അസ്വബുഹു, ഇഖ്ലാസോടെ ഇത്തിബാഓടെ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖാലിസാക്കിക്കൊണ്ടായിരിക്കണം. രണ്ടാമത്തത് മുതാബഅത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ തൗഹീദും ഇത്തിബാഉം ഉള്ളവരായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി, പരീക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു ജല്ല വഅല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് നിമിഷവും വരും, ഏത് സാഹചര്യത്തിലും വരും. ഈ ഇരിക്കണ മുഴുവൻ ആളുകൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്തിന്? ഈ ശബ്ദത്തിന്റെ പരിസരത്ത് ആദർശപരമായി യോജിപ്പില്ലാത്ത, മതപരമായി പോലും യോജിപ്പില്ലാത്ത, ഒരർത്ഥത്തിലും മതപരമായി ജീവിതത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്നത്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്നത്. മരിക്കാതിരിക്കണമെങ്കിൽ എന്താ മാർഗം? ജനിക്കാതിരിക്കണം, വേറൊരു മാർഗവുമില്ല. ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും മരിച്ചു, നമ്മളും മരിക്കും. ഈ മരണം ഏത് നിമിഷവും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട്. എന്താ വചനം അറിയോ? ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ഖബ്ദ അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ബിഹാ ഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ
ഒരിടത്ത് വെച്ച് പിടികൂടണമെന്ന് ഉദ്ദേശിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് പിടികൂടണം, മരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആ നാട്ടിലേക്ക് അവനൊരാവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും, നിശ്ചയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണ പറയും ഇയാള് മരിക്കാൻ വേണ്ടി പോയതുപോലെയാണ്, മരിക്കാൻ വേണ്ടി പോയതുപോലെയാണ്. കാരണം എന്താ? വീട്ടിലായിരുന്നു, കുടുംബക്കാരോടൊപ്പമായിരുന്നു, അവിടെ നിന്നാണ് സുഹൃത്ത് വന്ന് വിളിച്ചപ്പോൾ പുറത്തു പോയത്, അവിടെ നിന്നാണ് ഭാര്യയും മക്കൾ ഒരുമിച്ച് യാത്ര ചെയ്തത്. അങ്ങനെയാണ് മരണത്തിലേക്ക് അയാൾ കടന്നു പോകുന്നത്. ഈ മരണത്തിന് പ്രായമൊന്നുമില്ല. ആളുകൾ മനസ്സിലാക്കിയത് മരണം എന്ന് പറഞ്ഞാൽ, മരണത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ മുന്നിൽ വെച്ചാൽ പൊതുവെ ആളുകൾ പ്രായമുള്ള ആളുകളിലേക്കാണ് നോക്കാറുള്ളത്. പ്രിയമുള്ളവരെ, മരണം ആളെയോ അയാളുടെ സ്ഥാനത്തെയോ മഹത്വത്തെയോ പദവിയോ ഒന്നും നിശ്ചയിച്ചിട്ടല്ല കടന്നു വരുന്നത്. അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ അത് കടന്നു വരും. ഈ കടന്നു വരുന്ന മരണത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലൊക്കെ ചില വരികൾ. 2 തരത്തിലുള്ള മരണം. ഒന്നൊരു മുഅ്മിനിന്റെ മരണമാണ്, ആസ്വാദനത്തിന്റെ മരണമാണത്. മറ്റൊന്ന് അവിശ്വാസിയുടേതാണ്, അത് പ്രയാസകരമായ മരണമാണ്. വിശുദ്ധ ഖുർആനിലെ 56-ാമത്തെ അധ്യായം സൂറത്തു അൽ വാഖിഅ, അതിന്റെ 88 മുതൽ 89 വരെ, അതുപോലെ 88 മുതൽ 91 വരെയുള്ള വചനങ്ങൾ വിശാലമായി ഒന്ന് വായിച്ചാൽ, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹു വറൈഹാനു വജന്നത്തു നഈം. അപ്പോൾ അവൻ മരിച്ചവൻ സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനാണെങ്കിൽ ആശ്വാസവും വിശിഷ്ടമായ ഉപജീവനവും സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പും അയാൾക്കുണ്ടായിരിക്കും. അവന് ആശ്വാസമുണ്ട്, ഇനി ഒരിക്കലും ക്ഷീണമില്ല, വിശിഷ്ടമായ ഉപജീവനമുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യവുമുണ്ട്. ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന സുഖാനുഭൂതികളുടെ സ്വർഗവും അയാൾക്കുണ്ട് എന്ന സന്തോഷ വാർത്ത ഈ ദുനിയാവിലായിരിക്കെ മരിക്കുന്നിടത്ത് മലായിക്കത്തുകൾ അവരോട് ഓതുന്നു എന്ന് അല്ലാഹു ജല്ല വഅല. ആയത്തിന്റെ തൊട്ട് താഴെ എന്താ അറിയോ? ഇനി അയാളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാണ്. ഒന്ന് മുഖറബീങ്ങളിൽ പെട്ടവനാണെങ്കിൽ എന്നാണ്. രണ്ടാമത്തത് വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. എന്നാൽ അവൻ വലതുപക്ഷക്കാരിൽപ്പെട്ടവനാണെങ്കിലോ, വലതുപക്ഷക്കാരിൽപ്പെട്ട നിനക്ക് സമാധാനം എന്നായിരിക്കും അവന് ലഭിക്കുന്ന അഭിവാദ്യം. അവർക്ക് പരിപൂർണ നിർഭയത്വമുണ്ട്, രക്ഷയുമുണ്ട്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്ന ഒരു വാചകം എന്താ? മുഖറബീങ്ങളിൽപ്പെട്ടവരാണ് അവരെന്ന് പറഞ്ഞാൽ അവരാണ് സാബിഖീങ്ങൾ, മുൻകടന്നവർ. എന്ന വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. മിനൽ മുഖറബീൻ അവര് തഖർറുബ് കിട്ടിയ സാമീപ്യം സിദ്ധിച്ചവരാണെന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? വഹുമുല്ലദീന ഫഅലുൽ വാജിബാതി വൽ മുസ്തഹബ്ബാത് വതറകുൽ മുഹറമാതി വൽ മക്റൂഹാതി വബഅദൽ മുബാഹാത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന തഫ്സീർ കാണാം. അവര് വാജിബായ കാര്യങ്ങളും മുസ്തഹബ്ബായ കാര്യങ്ങളും പ്രവർത്തിക്കുന്നവരാണ്. അവര് ഹറാമുകളും മക്രൂഹാത്തുകളും ഉപേക്ഷിക്കുന്നവരാണ്. എത്രത്തോളം? അനുവദിക്കപ്പെട്ടതിൽ ചിലതുപോലും, അനുവദിക്കപ്പെട്ടതിൽപ്പെട്ട ചിലതും അവർ ഉപേക്ഷിക്കുന്നവരാണ്. ആരെ കുറിച്ചാണ് ഇത് പറയുന്നതെന്നറിയോ? മിനൽ മുഖറബീൻ. മുഖറബീങ്ങൾ, സാമീപ്യം നൽകപ്പെട്ടവർ, അവരെ കുറിച്ച് പറയാം. ഒരു വാക്കുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശ്വാസികളിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് കടന്നു വരുന്ന മലായിക്കത്തുകളെ കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. അള്ളാന്റെ കിതാബിലും കാണുന്നത്, അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിലുണ്ട്. മരണത്തിന്റെ സന്ദർഭം. ആ മരണത്തിന്റെ സന്ദർഭത്തിൽ മരിക്കാൻ വിധിക്കപ്പെട്ടവനിലേക്ക് മലക്കുൽ മൗത്തും കൂടെ ഒരു ജമാഅത്തും ഉണ്ടാകും. എന്നിട്ട് മനുഷ്യന്റെ അരികിലേക്ക് വരും, ഒരു വിശ്വാസിയുടെ അരികിലേക്ക്. എന്നിട്ട് ആ വിശ്വാസിയോട് ആവശ്യപ്പെടും, ഉഖ്റുജി അയ്യതുഹൻ നഫ്സു ത്വയ്യിബ കാനത് ഫിൽ ജസദി ത്വയ്യിബ്. അല്ലയോ പരിശുദ്ധ ശരീരത്തിലായിരുന്ന സംശുദ്ധമായ ആത്മാവേ, നീ പുറപ്പെട്ടു വരിക. ഉഖ്റുജി
ഹമീദതൻ വഅബ്ശിരി ബിറൗഹിൻ വറൈഹാനിൻ വറബ്ബിൻ ഗൈരി ഗുദ്ബാൻ. നീ പുറപ്പെട്ടുകൊള്ളുക. എങ്ങനെ? സമാശ്വാസവും സ്വർഗീയ പരിമളവും കോപിക്കാത്തവനായ റബ്ബുമുണ്ടെന്നതിൽ നീ സന്തോഷിക്കുക എന്ന് വിശ്വാസികളായ ആളുകളുടെ അരികിൽ മഹാത്മാക്കളായ മലക്കുകൾ വന്ന് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇങ്ങനെ അഭിവാദ്യം കിട്ടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വല്ലാത്തൊരു വാക്കാണ് പ്രിയമുള്ളവരേത്. ഇത്തരം ഒരു കൂടിക്കാഴ്ച എത്ര ഹൃദ്യമാണ്. നമ്മൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത, നമുക്കൊരു മുൻപരിചയമില്ലാത്ത ഒരു വിഭാഗത്തെ കണ്ടുമുട്ടുന്ന സന്ദർഭം. എന്റെ ഉപ്പയുടെ മരണം എന്റെ മുന്നിൽ വെച്ചായിരുന്നു, അപ്പോഴും ഞാൻ അവരെ കണ്ടിട്ടില്ല. എന്റെ കൂടപ്പറപ്പിന്റെ മരണം എന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു, അപ്പോഴും ഞാൻ അവരെ കണ്ടിട്ടില്ല. ഈ നാടിന്റെ പരിസരങ്ങളിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. പല മരിക്കാനായവരുടെ വീട്ടിൽ നമ്മൾ ചെന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ മലക്കുകളെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായി എന്നിലേക്ക് കടന്നു വരുന്ന മലക്കിനെ കാണുകയാണ്. അല്ലാഹു അക്ബർ. ഇവിടെ ആലോചിച്ചോക്കണം കേട്ടോ. പല കൂടിക്കാഴ്ചകളെ പറ്റി നമുക്ക് ധാരണകൾ ഉണ്ടാവും. പല കൂടിക്കാഴ്ചകളെ പറ്റി. ഒരു ബാപ്പ ഗൾഫിൽ നിന്ന് കടന്നു വരുമ്പോഴെങ്ങനെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ഭർത്താവ് ഗൾഫിൽ നിന്ന് കടന്നു വരുമ്പോഴെങ്ങനെ, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് എന്റെ ഉപ്പ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴെങ്ങനെ, ഒരു ചെറിയ കുഞ്ഞിന് ഒരു കാഴ്ചപ്പാടുണ്ടാകും, ഒരു ധാരണയുണ്ടാകും. എന്നങ്ങളൊന്ന് ആലോചിച്ചോക്കി. ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ച് എപ്പോൾ അറിയില്ല. എൻ്റെ ജീവിതത്തിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സന്ദർഭത്തെ പറ്റി എന്ത് ധാരണയാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത്? എന്ത് ധാരണയാണ്? നിങ്ങളൊന്ന് ആലോചിക്കണം. മന്ത്രി വന്നാൽ, പ്രസിഡന്റ് വന്നാൽ എങ്ങനെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന റിഹേഴ്സലുകൾ നടത്താറുണ്ട് നാട്ടിൻ പുറങ്ങളിൽ. പോലീസർക്ക് പ്രത്യേകം പരേഡ് ഉണ്ടാകും. ഒരു മന്ത്രി എങ്ങനെ സ്വീകരിക്കണം എന്നതിന് റിഹേഴ്സലുകൾ ഉണ്ടാകും, മുന്നൊരുക്കങ്ങൾ ഉണ്ടാകും ദിവസങ്ങളോളം. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മലായികത്തുകളെ സ്വീകരിക്കുന്നിടത്ത് എന്തൊരു മുന്നൊരുക്കമാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്, എന്തൊരു റിഹേഴ്സലാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ നാം അവരെ സ്വീകരിക്കാൻ പോകുന്നത്? വല്ല ധാരണയും നമുക്കുണ്ടോ? വല്ല ധാരണയും നമുക്കുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മലായികത്തുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ എന്തൊരു മുന്നൊരുക്കമാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഗൗരവത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെയാണ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ബുദ്ധിമാന്റെ രണ്ടാമത്തെ സിഫത്ത്. അതെന്താണ്? വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. മരണാനന്തര ജീവിതത്തിന് വേണ്ടി, അഥവാ മലക്കുൽ മൗത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിന്നീട് കടന്നു പോകാനുള്ള ഒരു ലോകത്തിന് വേണ്ടി തയ്യാറാകുന്നവനാരോ അവനാണ് ബുദ്ധിമാനെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പണിയെടുക്കുന്നവരാകണം. ഏത് നിമിഷവും മലക്കുൽ മൗത്ത് ജീവിതത്തിലേക്ക് വരാം. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് പണിയെടുക്കുന്നവരാകണം. ഈ മരണത്തിലൂടെ കടന്നു പോകാനുള്ള ലോകം ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാനാകാത്തൊരു ലോകമാണെന്ന വിഷയത്തെ സംബന്ധിച്ച് കടുത്ത ധാരണയുണ്ടാകണം. അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം, മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു. ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇനിയോ വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅതിഹി മിൻഹാ. അല്ലാഹുവിന്റെ കിതാബ് മുന്നിലുണ്ട്, വിശദീകരണമായി തിരുസുന്നത്ത് മുന്നിലുണ്ട്, അതിന്റെ വ്യാഖ്യാനങ്ങളായി സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉല്ലതബായിങ്ങളുടെയും ജീവിതം മുന്നിലുണ്ട്. എന്നിട്ടും പഠിക്കാത്ത, കേൾക്കാത്ത, വായിക്കാത്ത, ജീവിതത്തിൽ കൊണ്ടുവരാത്ത ഒരു ജീവിതമാണ് ഈ ദുനിയാവ് മാത്രം മതി എന്നാണ് എനിക്ക് തോന്നലെങ്കിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
പറയാണ്, ആരെങ്കിലും ദുനിയാവിലെ കൃഷിയാണ് അഥവാ ഈ നൈമിഷികമായ ക്ഷണികമായ ഈ ദുനിയാവിലെ ജീവിതമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിന്നും നാം അവന് നൽകുന്നതാണേ. അള്ളാഹു കൊടുക്കൂല എന്നല്ല പറഞ്ഞത്, ദുനിയാവൊന്ന് തരാം. പക്ഷെ എന്താ പ്രശ്നം അറിയോ? വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അവൻ ആഖിറത്തിൽ ഒരു ഓഹരിയുമില്ല, ആഖിറത്തിൽ ഒരു ഓഹരിയുമില്ല. ആഖിറം മാത്രം ലക്ഷ്യം വെച്ചവനാണ് ആഖിറത്തിൽ ഓഹരിയുള്ളത്. ദുനിയാവ് ലക്ഷ്യം വെച്ചവൻ ആഖിറത്തിൽ ഓഹരിയില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മളെപ്പോഴും ഓതിപ്പോകുന്ന ഒരു ആയത്തിന്റെ ഭാഗം എന്താ? വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. സൂറത്തുൽ ദുഹയിലെ 4-ാമത്തെ വാചകം. സൂറത്തുൽ ദുഹയിലെ 4-ാമത്തെ വാചകം. തീർച്ചയായും ആഖിറമാണ്, ആഖിറമാണ് നിനക്ക് ദുനിയാവിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുവഴി ലോകരോട് മുഴുവനുമായി അല്ലാഹു ജല്ല വഅല വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഗൗരവമാണ്. മരണത്തിന് ശേഷം മനുഷ്യന്റെ മുന്നിൽ വരാനുള്ള ഹിസാബിന്റെ വിചാരണയുടെ ദിവസത്തോർത്ത് അമലുകളാൽ നാം ജാഗ്രതയുള്ളവരാകണം. അള്ളാഹുവിന്റെ കിതാബിൽ കാണാൻ വല്ലാത്തൊരു ലോകമാണത്. 39-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 69-ൽ കാണാം, വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹാ വവദിഅൽ കിതാബ് വജീഅ ബിന്നബിയ്യീന വശുഹദാ وقضي بينهم بالحق وهم لا يظلمون. ഭൂമി അതിന്റെ റബ്ബിന്റെ പ്രഭ കൊണ്ട് പ്രകാശിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയാണ്, രേഖ വെക്കപ്പെടുകയും മനുഷ്യരുടെ കർമ്മരേഖ വെക്കപ്പെടുകയും നബിമാരും സാക്ഷികളും കൊണ്ടുവരപ്പെടുകയും ജനങ്ങൾക്കിടയിൽ സത്യപ്രകാരം വിധിക്കപ്പെടുകയും ചെയ്യും. അവരോട് ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല, അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. സാക്ഷികളായി നബിമാര് കൊണ്ടുവരപ്പെടുന്ന ലോകമാണ്. സാക്ഷികളായ മലായിക്കത്തുകൾ കൊണ്ടുവരപ്പെടുന്ന ലോകമാണ്. സാക്ഷികളായി നമ്മൾ ജീവിക്കുന്ന ഭൂമി പോലും, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച ഓരോ പ്രദേശങ്ങളും സാക്ഷിയായി കൊണ്ടുവരപ്പെടും. ദിനരാത്രങ്ങളെ കൊണ്ടുവരപ്പെടും. അവനവന്റെ ശരീരവും എല്ലും തുടയും മാംസവും പോലും അനുകൂലമോ പ്രതികൂലമോ ആയി സംസാരിക്കുന്ന ഒരു ലോകം. പ്രിയമുള്ളവർ, അതാണ് വിചാരണയുടെ ലോകം. ഈ ഒരു ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, സത്യത്തിൽ കുറച്ചധികം 2 പ്രഭാഷണം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം എനിക്ക് നിങ്ങളെ മുഖത്തൊക്കെ കാണുന്നുണ്ട്. കുറച്ചൊരു പ്രയാസത്തിലാണ് ഇരിക്കണമെന്ന് എനിക്ക് തോന്നണം. അല്ലാഹു അലം. എന്തായാലും ഇൻഷാ അല്ലാഹ് കുറേ കസേര ഗ്യാപ്പുണ്ട്. ഒന്നുകൂടെ മുന്നിലേക്ക് ഇരുന്നിട്ട് ഒന്ന് ഉഷാറാക്കാം. എല്ലാവരും എണീറ്റേക്ക് ഇൻഷാ അല്ലാഹ്. അല്ലപ്പം മുന്നോട്ട് പോകില്ല. അതൊന്ന് മുമ്പ് കയറി. ഇൽമിൻ്റെ സദസ്സല്ലേ, കുറച്ചൊക്കെ ഒരു തർത്തീബൊക്കെ വേണ്ടേ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. ഇപ്പോഴാണ് കറക്റ്റായത്, ഇൽമിൻ്റെ സദസ്സായത്. അള്ളാഹു ഈ ഇരുത്തത്തിന്, കേൾവിക്ക് അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. രണ്ടാമത്തൊരു ഉപദേശം ഞാൻ എല്ലായിടത്തും പറയുന്ന ഉപദേശമാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഈ നാട്ടിൽ പ്രത്യേകിച്ചും കുറച്ച് മേലെ കുറേ ഒരു പള്ളിയും കുറേ വീടൊക്കെ ഉണ്ട്, കുറേ സാധുക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തും ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വലിയൊരു തെറ്റിദ്ധാരണ. എന്താ തെറ്റിദ്ധാരണ അറിയങ്ങൾ? നമ്മൾ ദിക്റില്ലാത്തവരാണ്, സ്വലാത്തില്ലാത്തവരാണ്, മുഹമ്മദ് നബിയെ സ്നേഹിക്കാത്തവരാണ്, നേർച്ചല്ലാത്തവരാണ്, ഖബർ സിയാറത്തില്ലാത്തവരാണ്. ഇങ്ങനെ തുടങ്ങി നമുക്ക് ഒരുപാട് സംഗതി ഇല്ല 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 എന്ന് മാത്രം തെറ്റിദ്ധരിച്ചൊരു വിഭാഗം പരിസരത്തുണ്ട്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവരായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതവർക്ക് ബോധ്യമാക്കണം. വെറുന്നല്ല, റിയാഇനല്ല, സുമഅത്തിനല്ല, പിന്നെ പഠിപ്പിക്കാൻ, തെറ്റിദ്ധാരണ മാറ്റാൻ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാത്തവർ ഒരാളും ഈ സദസ്സിൽ ഇരിക്കരുത് എന്ന് സലഫികളായ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടാൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊരു അത്ഭുതം! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോയതാണ്, വിചാരണക്ക് വിധേയരാകുന്നവർ അള്ളാഹുവിന്റെ മുന്നിൽ സ്വഫായി നിർത്തപ്പെടും. ആരാണ് പ്രിയമുള്ളവരെ വിചാരണയുടെ ലോകത്ത് കടന്നു വരുന്നവർ? ഞാനും നിങ്ങളുമാണ്. നമ്മുടെ ഇണകളാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ മാതാപിതാക്കളാണ്, സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. 18-ാമത്തെ അധ്യായം
സൂറത്തു അൽ കാഫിന്റെ 48-ാമത്തെ ആയത്തിൽ കാണാം, നിന്റെ റബ്ബിന്റെ മുമ്പാകെ അവർ സ്വഫായി പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കിതാബിലൂടെ പഠിപ്പിക്കുകയാണ് മഹ്ശറിലേക്കുള്ള വരവ്. മഹ്ശറിലേക്കുള്ള വരവ്, ഖബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ള വരവ്. ഒന്നാമത്തെ ഊത്തിന് ശേഷം ലോകം മുഴുവൻ നശിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിൽ നിന്ന് ആളുകളെ പുറത്തു കൊണ്ടുവരികയാണ്. ഒന്നാമത് ഖബറിൽ നിന്ന് പുറത്തു വരുന്നത് ആരെന്നറിയാം? മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുഹമ്മദ് നബിയാണ്. ആ മഹ്ശറിലേക്ക് ആളുകൾ ഒരുമിച്ച് കൂട്ടുകയാണ്. എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അറിയോ? ഖുശ്ശഅൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാഥി കഅന്നഹും ജറാദും മുൻതശിർ മുഹ്തിഈന ഇലദ്ദാ يقول الكافرون هذا يوم عسير. 54-ാമത്തെ അധ്യായം സൂറത്തുൽ ഖമറിന്റെ 78-ാമത്തെ വാചകം. ദൃഷ്ടികൾ അഥവാ കാഴ്ചകൾ താഴ്ന്നു പോയവരായ നിലയിൽ ഖബറുകളിൽ നിന്ന് പരന്ന വെട്ടുകളികളെന്നോണം അവർ പുറപ്പെട്ടു വരും. എന്നിട്ടോ വിളിക്കുന്നവന്റെ അടുത്തേക്ക് അവർ ധൃതിപ്പെട്ട് ചെല്ലുന്നവരായിരിക്കും. കാഫിറുകൾ പറയും, ആ ഒരു ലോകത്തെ നിഷേധിച്ച് ജീവിച്ചു പോയ കുഫാറുകൾ പറയും, ഹാദാ യൗമുൻ അസീർ, ഇതെന്തൊരു പ്രയാസകരമായ ദിവസമാകുന്നു. വല്ലാത്തൊരു ലോകമാണ്. ഇതിനെ നിഷേധിച്ചവരാണ്, ഇതിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരാണ്, ഇങ്ങനെ ലോകമില്ലെന്ന് പ്രഖ്യാപിച്ചവരാണ്. അങ്ങനെ ആളുകൾ, ആ നിഷേധിച്ച ആളുകൾ പ്രയാസപ്പെട്ടു പോകുന്ന ഒരു ദിവസമാണ് ഇതെന്ന് സ്വയം സാക്ഷ്യം വഹിക്കുന്നു. നമ്മളോ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളോ ഇതൊക്കെ അംഗീകരിക്കുന്ന നമ്മളോ? ഈമാൻ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്നായി പഠിപ്പിക്കപ്പെടുന്നതാണ് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം. അത് അംഗീകരിക്കുന്ന നമ്മളോ? പ്രിയമുള്ളവരെ, നമ്മളും അവിടെ കൊണ്ടുവരപ്പെടും. നമ്മൾ പ്രവർത്തിച്ചതെല്ലാം വിചാരണയുടെ നാളിൽ മാലികി യൗമിദ്ദീൻ, യൗമിദ്ദീനിന്റെ പ്രതിഫലത്തിന്റെ ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ആ വിചാരണയുടെ നാളിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയും നമ്മൾ ചെയ്തു പോയ ഖൈറുകളും ശർറുകളും മുഴുവനും നമ്മെ ബോധ്യപ്പെടുത്തുകയും നമ്മെ കാണിക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, എത്ര സ്ഥലങ്ങളിലാ വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആല ഇംറാൻ 30-ാമത്തെ വാചകത്തിൽ കാണാം, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂഅ تود لو أن بينها وبينه أمدا بعيدا. നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കണേ. എൻ്റെ നന്മകൾ ഹാജരാക്കപ്പെടും, എൻ്റെ തിന്മകൾ ഹാജരാക്കപ്പെട്ടതുപോലെ. എന്നിട്ട് തിന്മകൾ മുന്നിൽ കാണുന്ന ഒരാൾ പറഞ്ഞു പോകും, തൻ്റെയും അതിൻ്റെയും ഇടയിൽ വലിയ വിദൂരതയുണ്ടായിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിച്ചു പോകുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഖാഫിന്റെ 49-ൽ കാണാം, വവജദൂ മാ അമിലൂ ഹാദിറ, തങ്ങൾ പ്രവർത്തിച്ചതൊക്കെ രേഖയിൽ നിലവിലുള്ളതായവർ കണ്ടെത്തും. പറഞ്ഞു പോയത്, ചെയ്തു പോയത്, കാണിച്ചു പോയത്, വിശ്വാസങ്ങൾ, വിശ്വാസത്തിൽ വന്ന മാലിന്യങ്ങൾ, പ്രവർത്തികളിൽ വന്നുപോയ മാലിന്യങ്ങൾ, ഏതേത് തിന്മകളാണ് ജീവിതത്തിൽ വന്നുപോയത്, അത് മുഴുവനും അവർ കണ്ടെത്തും. യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം. 2 നിലക്ക് ഇതിന് തഫ്സീർ കാണാം. ഒന്ന്, മനുഷ്യന്റെ ഫർളുകളായ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയത് മുഴുവനും പരിശോധനക്ക് വിധേയമാക്കപ്പെടുന്ന ലോകമാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം, മനുഷ്യര് പ്രവർത്തിച്ചു പോയി ഏതേത് സ്വകാര്യതകളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. അത് പരസ്യമാകും. ഈ ദുനിയാവിൽ അല്ലാഹു കാണുന്നുണ്ട്, പരസ്യമാണ് എന്ന ബോധം നഷ്ടപ്പെട്ടു പോയവനോട് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു പോകുന്നത്, നിന്റെ കർമ്മങ്ങൾ മുഴുവനും വന്ന് പരസ്യമാക്കപ്പെടുമെന്നാണ്. ഇന്നിപ്പോ എന്താ ധാരണ? ഇന്ന് സിനിമ കാണുന്നതിന്റെ ധാരണ എന്താ? കള്ളുടിക്കണോന്റെ ധാരണ എന്താ? വൃത്തികേട് കാണുന്നവന്റെ ധാരണ എന്താ? ഈ സാധനത്തിനകത്ത് ഹറാമ് കാണുന്നവന്റെ ധാരണ എന്താ? അള്ളാഹ് കാണുന്നില്ല എന്നാണോ?
ആണോ? അല്ലല്ലോ. അല്ല കാണുന്നില്ലേ? കാണുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അല്ല കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അല്ല ഇവിടെ പറയാ, അവനെ കണ്ടത് മുഴുവനും പരസ്യമാക്കപ്പെടുന്നു. അപ്പോൾ പ്രിയമുള്ളവർ, ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. ഈ ബോധം ഇവിടുന്ന് പോയതാണ് എല്ലാ പ്രശ്നം. ഈ ബോധം പോയതാണ്. അവിടത്തും എല്ലാ ബോധം തെളിയും. പക്ഷെ ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനമില്ല. എത്രത്തോളം വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തു അൽ ഹിജ്റിന്റെ 92-93 ആയത്ത്, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് അവരെ മുഴുവനും നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരു വിഷയം പോലും അല്ല മാറ്റിവെക്കൂല. ബാപ്പയോടുള്ളത് ബാപ്പയോട്, ഉമ്മക്കുള്ളത് ഉമ്മക്ക്, ഭാര്യക്കുള്ളത് ഭാര്യക്ക്, ഭർത്താവിനുള്ളത് ഭർത്താവിന്, കൂടപ്പറപ്പുകൾക്കുള്ളത് കൂടപ്പറപ്പുകൾക്ക്, സുഹൃത്തുക്കളോടുള്ളത് സുഹൃത്തുക്കളോട്, ഓരോരുത്തരോടും ചോദിക്കേണ്ടത് അല്ലാഹു ചോദിക്കും. ഇതിനെ അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ കേട്ട തൗഹീദാണ്. ഈ ആയത്തെ തൗഹീദിനെ പറ്റിയാണ്. എന്താണെന്നറിയോ? അമ്മാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അമ്മാ കാനൂ യഅബുദൂ എന്നാണ് മഹാനായ അബുൽ ആലിയ റഹ്മഹുല്ല തഫ്സീർ നൽകിയത്. അവരുടെ ഇബാദത്തിനെ സംബന്ധിച്ച് എന്നാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഒരു പ്രമുഖരായ സ്വഹാബികളും താബിഈകളും തബഉൽ അത്ബാഇകളും ഈ ആയത്തിന് തഫ്സീർ നൽകിയത് അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അൻ ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച്, അഥവാ ജീവിച്ചത് തൗഹീദിലാണോ, മരിച്ചതും തൗഹീദിലാണോ എങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് രക്ഷയുടേതാണ്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ശിർക്കിലാണ്, മരിക്കുമ്പോഴും ശിർക്കിലാണെങ്കിൽ ആഖിറം പ്രയാസത്തിലാണ്. നമ്മൾ ആയത്തുകളെ ശരിക്കും ആഴത്തിൽ പഠിക്കാൻ തയ്യാറാകുന്നിടത്താണ് അതില് നമുക്കുണ്ടാക്കുന്ന സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകാം. അള്ളാഹു വിചാരണക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഈ വിചാരണക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നുണ്ട് ആളുകൾ. എല്ലാ നബിമാരെയും സമീപിക്കുന്നത് പോലെ നബി സുജൂദിൽ വീഴുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു നിശ്ചയിച്ച കാലം നബി സുജൂദിൽ വീണിട്ടാണ് അവസാനം ഹിസാബിനുള്ള ശഫാഅത്ത് നബി നടത്തുകയാണ്. അള്ളാഹു ഹിസാബിന് ഇറങ്ങാണ്. അതെത്ര കൊല്ല വല്ലാഹു അലം, അള്ളാഹ്ക്ക് മാത്രം അറിയുള്ളൂ അതിന്റെ ദൈർഘ്യം എത്രയെന്നുള്ളത്. പക്ഷെ ആ കാലഘട്ടത്തിൽ നടക്കുന്ന സംഗതികൾ എന്തൊക്കെ അത് അള്ളാഹു തആല പറയുന്നുണ്ട് പല ഭാഗത്തും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിചാരണ, ഹിസാബ്, ഈ വിചാരണക്കൊടുവിൽ അടിയാറുകൾക്ക് അവരുടെ ദുനിയാവിലെ കർമ്മങ്ങളുടെ രേഖകൾ നൽകപ്പെടും. ആർക്ക്? എനിക്കും നിങ്ങൾക്കും. ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെ നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങൾ, അമലുകൾ, വിശ്വാസ കർമാചാരാനുഷ്ഠാനങ്ങൾ, അവ മുഴുവനും രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ കൈമാറും. ആ രേഖകൾ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അവരേതൊരു വാക്കും ഉച്ചരിക്കുന്നില്ല, അത് റഖീബും അതീദും രേഖപ്പെടുത്തി വെക്കാതെ. എത്രത്തോളം അറിയോ? അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും യഅലമൂന മാ തഫ്അലൂൻ, അവർ രേഖപ്പെടുത്തി വെക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ രേഖപ്പെടുത്തി വെക്കപ്പെട്ടത് മുഴുവനും എന്റെയും നിങ്ങളുടെയും കൈകളിലേക്ക് നൽകുകയാണ്. ആ നൽകൽ വ്യത്യസ്ത രീതിയിലാണ്. മുഅ്മിനീങ്ങൾക്ക് അവരുടെ വലതുഭാഗത്താണ് നൽകപ്പെടുന്നതെങ്കിൽ കാഫിറുകൾക്ക് അവരുടെ മുതുകിന്റെ പുറകിലൂടെ ഇടതുഭാഗത്താണ് നൽകപ്പെടുക എന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ 84-ാമത്തെ അധ്യായം സൂറത്തു അൽ ഇൻശിഖാഖിന്റെ 7-8 ആയത്ത്. അവിടെ അല്ലാഹു പറയാൻ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി فسوف يحاسب حسابا يسيرا. എന്നാൽ ഏതൊരുവന് തൻ്റെ ഗ്രന്ഥം, തൻ്റെ രേഖ, ഏതാണ് രേഖ? ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെ പ്രവർത്തിച്ചു പോയത് മുഴുവനും രേഖപ്പെടുത്തി വെച്ച രേഖ, അവന്റെ ഈമാനിന്റെ രേഖ. ഈ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തു പോയ നന്മകളെ രേഖപ്പെടുത്തിയ രേഖ, അതവന്റെ വലത് കൈയിൽ നൽകപ്പെട്ടുവോ അവൻ ലഘുവായ വിചാരണക്ക് വിധേയനാക്കപ്പെടുന്നതാണ്. വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കപ്പെട്ടവരുടെ വിചാരണ ലളിതമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മുടെ ഉമ്മുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞൊരു വാചകവുമായി ബന്ധപ്പെട്ടിട്ട് മൻ നൂഖിശൽ ഹിസാബ ഉദ്ദിബ, ഏതൊരാൾക്ക് വിചാരണ കർക്കശമാക്കപ്പെട്ടുവോ അവൻ ശിക്ഷിക്കപ്പെടും. ഖാലത്ത് ഖുൽതു അലൈസ യഖൂലുല്ലാഹു തആല ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. അപ്പം ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, പിന്നീട് ലഘുവായ വിചാരണ നടത്തപ്പെടുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലികൽ അർദു, അത് ആയിഷ ഒരു കാണിക്കൽ മാത്രമാണ്. ആ രേഖ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനാണ് അള്ളാഹു ഇക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, തഹിയ്യാത്തിൽ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ, അല്ലാഹുവേ എൻ്റെ വിചാരണ എൻ്റേത് ലഘുവായ വിധത്തിൽ വിചാരണ ചെയ്യണേ. ആരാണ്? ലോകത്തിന്റെ ഒന്നാമത് സ്വർഗത്തിൽ പോണ ആളാണ്, ഒരു തെറ്റും ദുനിയാവിൽ ചെയ്തിട്ടില്ലാത്ത ആളാണ്, അമ്പിയാക്കളുടെ നേതാവാണ്, എല്ലാ നിലക്കും പുണ്യവാനായ തഖ്വയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എന്നെ നീ ലഘുവായ വിധത്തിൽ വിചാരണ ചെയ്യണേ. ഫലമ്മൻ സറഫ ഖുൽതു യാ നബിയല്ലാഹ് മൽ ഹിസാബുൽ യസീർ. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആയിഷമ്മ പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താകുന്നു ആ ലഘുവായ വിചാരണ? ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അയ്യൻദുറ ഫീ കിതാബിഹി ഫീ കിതാബിഹി ഫയതജാവസ അൻഹു ഇന്നഹു മൻ നൂഖിശൽ ഹിസാബ യൗമഇദിൻ യാ ആയിഷ ഹലക. അവൻ്റെ രേഖയൊന്ന് നോക്കുകയും, അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ, അവൻ്റെ രേഖയൊന്ന് നോക്കുകയും അപ്പോൾ തന്നെ അവന് വിട്ടുവീഴ്ച നൽകുകയും ചെയ്യുക എന്നതാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, ആയിഷ, അന്നത്തെ ദിവസം ആർക്കാണോ വിചാരണ കർക്കശമാക്കപ്പെടുന്നത്, ഹലക്കാവൻ നാശമടയും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വകുല്ലു മാ യുസീബുൽ മുഅ്മിന യുകഫിറുല്ലാഹു അസ്സ വജല്ല ബിഹി അൻഹു ഹത്ത ശൗകതു തശൂഖുഹു. അതിൻ്റെ കൂടെ വന്നൊരു ഹദീസാണത്. ഒരു മുഅ്മിനിനെ ബാധിക്കുന്ന ഏതൊരു വിപത്തിനും പകരമായി അവൻ്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കൊണ്ടിരിക്കും. അവൻ്റെ കാലിൽ തറക്കുന്ന, അല്ലെങ്കിൽ അവനിൽ തറക്കുന്ന ഒരു മുള്ളിന് പകരം പോകലും, ഒരു ചെറിയ മുള്ളു കുത്തിയാൽ പോലും ഈമാനുള്ളവനാണോ തൗഹീദുള്ളവനാണോ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നതും ഈ ഹദീസിന്റെ ബാക്കിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ രക്ഷപ്പെട്ട വിഭാഗത്തിന്റെ രേഖ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടും. അത് അവരുടെ വലത് കയ്യിലാണ് നൽകപ്പെടുക. തന്റെ രേഖയിൽ അടങ്ങിയ ഈമാനും സൽക്കർമ്മങ്ങളും കാണുന്നതോടെ ഒരു വിശ്വാസി ആഹ്ലാദഭരിതനാകുമെന്നാണ്. അതവനിങ്ങനെ പ്രകടിപ്പിക്കും, അതവനിങ്ങനെ പ്രഖ്യാപിക്കും. എത്രത്തോളം കാര്യങ്ങൾ അല്ലാഹു പറയാണ്, فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابي إني ظننت أني ملاق حسابي. എന്നാൽ വലത്തെ കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ പറയും, ഇതാ എൻ്റെ ഗ്രന്ഥം, വായിച്ചു നോക്കൂ. അവൻ മറ്റുള്ളവർക്ക് വായിക്കാൻ നൽകുകയാണ്. അത്രത്തോളം മനസ്സമാധാനമാണ്, സുരക്ഷിതത്വ ബോധമാണ്, അഭിമാനമാണ് അയാൾക്കുള്ളത്. വായിച്ചു നോക്കൂ തൻ്റെ ഗ്രന്ഥം. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, ഈ വാക്കാകണം നിങ്ങൾ, ഞാൻ പറഞ്ഞതൊക്കെ മറന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കേണ്ട വാക്ക്. എന്താ വാക്കെന്നറിയോ? ഇന്നി ലനതു അന്നി മുലാഖിൻ ഹിസാബിയ. തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു. എവിടെന്ന്? ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എൻ്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും, ഇങ്ങനെ വിചാരണക്ക് നിൽക്കേണ്ടി വരും എന്നത് ഞാൻ വിചാരിച്ചിരുന്നു. എനിക്കതിൽ ഉറപ്പുണ്ടായിരുന്നു എന്നാണ്. പരിഹാസങ്ങളുണ്ടായി, ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ ആക്ഷേപങ്ങളുണ്ടായി, സലഫിയത്ത് കൈകൊണ്ടതിൻ്റെ പേരിൽ ആക്ഷേപങ്ങളുണ്ടായി, ഇസ്ലാമിക വസ്ത്രധാരണം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, പീഡനങ്ങൾ പോലും, ആരോപണങ്ങൾ ഒരുപാട്. ഒന്നിലും ഞാൻ പിന്മാറിയില്ല. ആദർശത്തിൽ ഉറച്ചു നിന്നത്. ഇങ്ങനൊരു ലോകമുണ്ടെന്ന ധാരണയിലാണ്, ഇങ്ങനൊരു ലോകമുണ്ടെന്ന ബോധ്യത്തോടെയാണ്. ഇന്നി ലനതു അന്നി മുലാഖിൻ ഹിസാബിയ. ഈ ലോകത്ത് നിസ്കരിച്ചത് ആ ബോധത്തോടെയാണ്.
തൗഹീദ് സ്വീകരിച്ചത് ആ ബോധത്തോടെയാണ്. ഈമാനും സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ചു പോയത് ആ ഒരു ബോധത്തോടെയാണ്. ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിന്റെ പുറകിൽ പോലുമുള്ള ലക്ഷ്യം ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഹിസാബിന്റെ ലോകത്തിന്റെ റബ്ബിന്റെ മുന്നിൽ ഉദ്ർ പറയണം, എനിക്കെന്റെ റബ്ബിനോട് കണക്ക് ബോധിപ്പിക്കണം. ഈ ദുനിയാവിലായിരിക്കെ അങ്ങനൊരു ബോധമുള്ളവനായിരുന്നു ഞാനെന്ന് സ്വർഗത്തിന്റെ ലോകത്ത് ക്ഷമിക്കണം, പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് മുമ്പ് ഹിസാബിന്റെ വേളയിൽ ഒരു മുഅ്മിൻ തന്റെ ഗ്രന്ഥം മറ്റുള്ളവരിലേക്ക് നീട്ടിയിട്ട് പറയുമെന്ന് അല്ലാഹു ജല്ല വഅലാ. അവിടെ ആലോചിച്ച് നോക്കി, ഇതെങ്ങനെ നമ്മൾ ഇതിനെ സങ്കല്പിക്കുക എങ്ങനെ പ്രിയമുള്ളത്? ഈ ഇരിക്കണ നിമിഷം വരെ അടുത്ത സെക്കൻഡ് നമ്മളതല്ല, മലക്കുൽ മൗത്തിൻ്റെതാണ്. അള്ളാഹു നിശ്ചയിച്ച സമയമായ ഈ ഒരു നിമിഷം വരെ നമ്മൾ ചെയ്തു പോയി എന്തൊക്കെ അമലുണ്ടോ ആ അമലൊക്കെ അങ്ങനെ നീട്ടി കാണിച്ചിട്ട് പറയണതാ വായിച്ചോക്ക്, നീ പറഞ്ഞില്ലേ എന്ന്. എന്തിന് ഞാൻ ബഡ്ഡിയിൽ ഏർപ്പെടാതിരുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ EMI സ്കീമിൽ ചേർന്നിട്ട് വണ്ടി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ വീടുണ്ടാക്കാത്തത്? എനിക്കറിയായിരുന്നു ഇങ്ങനത്തെ ഒരു ലോകമുണ്ടെന്ന്. ഇവിടെ റബ്ബ് വിചാരണ ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ ദീന് പഠിപ്പിച്ചത്? എനിക്കറിയായിരുന്നു ഇങ്ങനെ ഒരു വിചാരം ഉണ്ട്, ഞാൻ കുടുങ്ങിപ്പോകും. കുടുങ്ങാതിരിക്കാനാണ് ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബി. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബ യസീർ. അല്ലാഹു തആല നമുക്ക് ഹിസാബ് എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. ഇതൊരു ഗൗരവ കൂട്ടരെ, കുറച്ച് ഗൗരവം. നമ്മൾ നാട്ടുകാരെ കേൾപ്പിക്കൽ മാത്രമല്ല, നമ്മളെ കൽബിക്ക് ഇറങ്ങിച്ചെല്ലലാണ് ഏറ്റവും പ്രധാനം. തൗഹീദ് ഇറങ്ങിച്ചെന്നതുപോലെ തൗഹീദിനെ എന്തിനാ നമ്മൾ സ്വീകരിച്ച്? എന്തിനാ തൗഹീദ് സ്വീകരിച്ച്? എന്തിനാ നമ്മൾ ഇവിടെ വന്നിട്ട് തൗഹീദ് പറഞ്ഞെന്താ? ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. എന്തിനാ നമ്മൾ സുന്നത്തിന് വേണ്ടി വാദിക്കണത്? ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. അവിടെ രക്ഷപ്പെടണം, അവിടെ രക്ഷപ്പെടണം. അതിനാണ് ഹിസാബിന്റെ വേളയിൽ രക്ഷപ്പെടണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്തറിയോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ബഖറ 46-ാമത്തെ ആയത്തിൽ الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരത്രേ അവർ. അള്ളാഹു ആ വിഭാഗത്തിലാണോ നമ്മൾ ഉള്ളത് എന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അള്ളാഹു അങ്ങനെ ആക്കുമാറാകട്ടെ. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് മുഴുവനും ഹിഫ്ളുള്ള ആയത്താണ്. റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അതനുസരിച്ച് അവർ ജീവിതത്തെ ക്രമീകരിച്ചു, വിശ്വാസം നന്നാക്കി, ശിർക്കിൽ നിന്ന് മാറി നിന്നു. അമലുകൾ മുഴുവനും ഇത്തിബാഓടെ, ഇഖ്ലാസോടെ, ഇഹ്സാനോടെ, നല്ല നിയ്യത്തനുസരിച്ച് മാത്രം അവർ പ്രവർത്തിച്ചു പോയി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തിന്? ആ ലോകം രക്ഷപ്പെടാൻ. എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചത് ഈ വിചാരണയെ മുന്നിൽ കണ്ടിട്ടായിരുന്നു എന്ന് നമുക്ക് പറയാനാകുമോ? അതല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഓനാണ് ബുദ്ധിമാൻ. ഏത്? മരണാനന്തര ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ. നമ്മൾ ഇങ്ങനെ ക്രമീകരിച്ചവരാണോ? ഇവിടെ പരിശോധിച്ച് നോക്കി, ക്രമീകരിച്ചവരാണോ? ഹിസാബിന്റെ ലോകത്തെ മുന്നിൽ കണ്ടിട്ട് ക്രമീകരിച്ചവർ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ കുറിച്ച് കാണാം, ആയത്ത് കാണാം, ഹദീത്ത് കാണാം, അത്ർ കാണാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നൊരു വാചകമുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വതുസയ്യനു ലിൽ അർളിൽ അക്ബർ വഇന്നമാ യഖിഫുൽ ഹിസാബു യൗമൽ ഖിയാമ അലാ മൻ ഹാസബ നഫ്സഹു ഫിദ് ദുനിയ. ഏറ്റവും വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് നിങ്ങൾ അണിഞ്ഞൊരുങ്ങണേ. കാരണം ദുനിയാവിൽ വെച്ച് സ്വന്തത്തെ ഇടക്കിടക്ക് വിചാരണ ചെയ്യുന്നവന് ഖിയാമത്ത് നാളിൽ അള്ളാഹു വിചാരണ എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു വല്ലാത്തൊരു വാക്കാണത്. നാളേക്ക് വേണ്ടി, മരണാനന്തര ലോകത്തേക്ക് വേണ്ടി ഞാൻ എന്തു പ്രവർത്തിച്ചു എന്ന ആത്മപരിശോധന നടത്താത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകരുത്. ഓരോ ദിവസവും നമ്മൾ പരിശോധിക്കേണ്ടത്, റബ്ബേ എൻ്റെ നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് പ്രവർത്തിച്ചത് എന്ന ഹിസാബ് വിചാരണ. റബ്ബ് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഈ ദുനിയാവിലൊരു സ്വയം വിചാരണ. അത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ വിചാരിക്കും അതൊക്കെ ഉസ്താദ് നിങ്ങളെ ഗവേഷണമല്ലേ? അല്ല പറയുള്ളവർ.
മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പല ഉലമാക്കളും ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ മാത്രം എടുത്തു പറയാണ്. അതിനൊന്നും കൂടി ഒരു ഹൃദ്യത ഉള്ളതുകൊണ്ട്. പരിശോധന എന്ന് പറഞ്ഞ എങ്ങനെയാണ് ആത്മപരിശോധന നടത്തേണ്ടത്? ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ പരിശോധന എങ്ങനെയാണ് ആത്മപരിശോധന നടത്തേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ അന്ന മുഹാസബത്തൻ നഫ്സി ഫതകൂനു കത്താലി, സ്വന്തത്തെ വിചാരണ ചെയ്യുന്ന താഴെ പറയും പോലെയാണ്. അവലൻ, ഒന്നാമത്തത് അൽ ബുദുഉ ബിൽ ഫറാഇദി, ആദ്യം ഫറളുകൾ പരിശോധിക്കണേ. അല്ലാഹു എൻ്റെ മേൽ ഫറളാക്കിയത് മുഴുവനും കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ടോ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന്. ഫഇദാ റആ ഫീഹാ നഖ്സൻ തദാറകഹു, അപ്പോൾ അതിൽ വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുക. ഥാനിയൻ, രണ്ടാമത്തെ തുമ്മൽ മനാഹി, പിന്നെ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ, ഹറാമുമായി ഞാൻ എൻ്റെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നുണ്ടോ, അല്ലാഹ് തൃപ്തിപ്പെടാത്ത പ്രവർത്തികളിലേക്ക് ഞാൻ കടന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഫഇദാ അറഫ അന്നഹു ഇർതകബ മിൻഹാ ശൈഅൻ, അങ്ങനെ വല്ല അബദ്ധത്തിലും വീണിട്ടുണ്ടെന്ന് മനസ്സിലായാൽ തദാറകഹു ബിത്തൗബത്തിൽ ഇസ്തിഗ്ഫാരി വൽ ഹസനാത്തിൽ മാഹിയ, തൗബ കൊണ്ട് നീ അത് വീണ്ടെടുക്കണേ, ഇസ്തിഗ്ഫാർ കൊണ്ട് വീണ്ടെടുക്കണേ, പിന്നെ തിന്മകളെ മായ്ച്ചു കളയുന്ന നന്മകളെ കൊണ്ടും അത് വീണ്ടെടുക്കാൻ സഹായിക്കണേ. തൗബയും ഇസ്തിഗ്ഫാറും സൽക്കർമ്മങ്ങളുമായി നിന്റെ ജീവിതത്തിലെ ന്യൂനതകളെ നീ എന്ത് ചെയ്യണം? അതിനെ അതിജയിക്കണം, അതിനെ മറികടക്കണം. ആ തിന്മകൾ മുഴുവനും അല്ലാഹുവിങ്കൽ പൊറുപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നീ വരണം. ശൈഖ് പറയാണ് മൂന്നാമത്തത് മുഹാസബത്തുൻ നഫ്സി അലൽ ഗഫ്ല, അശ്രദ്ധയുണ്ടോ എന്ന വിചാരണ. അള്ളാന്റെ ദീനിൽ അള്ളാഹിനെ കുറിച്ച് ശ്രദ്ധക്കുറവ് കാണിക്കുന്നുണ്ടോ? എന്നാൽ ശ്രദ്ധക്കുറവ് കാണിക്കുന്നുണ്ട് എന്ന് തോന്നലുണ്ടായാൽ ദിക്ർ കൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ മുന്നിടുക വഴിയും അത് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈ ഒരു വാക്ക് ഞാനൊന്ന് ആവർത്തിക്കണം. എന്തിലൂടെയൊക്കെ? ദിക്ർ കൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ മുന്നിടുക വഴിയും. അത് ഫസ്തബിഖുൽ ഖൈറാത്ത് ഫഫിറു ഇലല്ലാഹ് എന്നൊക്കെ അള്ളാഹ് ആയത്തിൽ പറഞ്ഞത് ഈ വിഷയമാണ്. അതിന്റെ ആദ്യം പറഞ്ഞ എന്താ? ദിക്റുകൾ മുഖേന മുന്നിടുക എന്നാണ്. അൽഹംദുലില്ലാഹ്, ഈ പരിസരത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഞങ്ങളോട് ഏതെങ്കിലും നിലക്ക് ഇങ്ങനെ ദിക്റില്ല, ദുആയില്ല എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാർ ഒരു പക്ഷേ ഏത് കേൾക്കാൻ സാധ്യത? നിങ്ങൾ ശരിക്കും ചെവി നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കാൻ. ഞങ്ങൾ തന്നെ പറയണത് ദിക്റുകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിടുക. നാവ് കൊണ്ടുള്ള ദിക്ർ, കണ്ണുകൊണ്ടുള്ള ദിക്ർ, കാതുകൊണ്ടുള്ള ദിക്ർ, ജവാരിഹകൾ അവയവങ്ങൾ കൊണ്ടുള്ള ദിക്ർ. സാമ്പത്തിക രംഗത്തും ദിക്റുണ്ട്. ഖുതുബയെ കുറിച്ച് പറഞ്ഞെന്താ? ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്നാണ്. ഖുതുബ ദിക്റാണ്. ഖുർആനെ കുറിച്ച് പറഞ്ഞതാ ഇന്നഹാ തദ്കിറ, അത് ദിക്റാണ്. അല്ലേ? എത്ര ദിക്റുകളുണ്ട് അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും പഠിപ്പിക്കണ എല്ലാ ദിക്റും. അതുകൊണ്ട് ദിക്റുകളിലേക്ക് നമ്മൾ വരണം. ഇപ്പൊ നമ്മൾ ഈ പ്രദേശത്ത് വന്നിറങ്ങുമ്പോൾ നമ്മൾ ചൊല്ലിയ ദിക്റുണ്ട്. വൈകുന്നേരത്ത് നമ്മൾ മഗ്‌രിബിന് മുമ്പ് നമ്മൾ ചൊല്ലിയ ദിക്റുകളുണ്ട്. അദ്കാർ സ്വബാഹ് അദ്കാറുൽ മസാ. വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കുടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി കയറുമ്പോൾ, നാട്ടിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് പുരയെ കയറാണ്. എന്നിട്ടോ വീട്ടിലൊരു സലാം പറയാണ്. ഉമ്മ ഉണ്ടെങ്കിൽ കൈ കൊടുക്കണം, ബാപ്പുണ്ടെങ്കിൽ കൈ കൊടുക്കണം, ഭാര്യന്റെ കൈ കൊടുക്കണം, മക്കളുടെ കൈ കൊടുത്ത് മുത്താണ്. അല്ലേ? പിന്നെയോ ആദ്യം ചെയ്യണ പണി എന്താ? ബദ ബിസ്സിവ, അത് ദിക്റാ. നബി ആദ്യം പുരയെ പോയി ചെയ്യുന്ന പരിപാടി പല്ല് തേക്കായിരുന്നു. നമ്മൾ ചെയ്യാ പല്ല് ഇർമലാണ്. രണ്ട് വ്യത്യാസമുണ്ട്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പുരയെ പോയി ചെയ്യാ പല്ല് തേക്കലായിരുന്നു. അല്ലാഹു അക്ബർ. അപ്പൊ ദിക്റുണ്ട്. റാബിഅ, നാലാമത്തെ കാര്യം മുഹാസബത്തുൻ നഫ്സി അലാ ഹറകാത്തിൽ ജവാരിഹ്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറയാൻ, അതായത് ഓരോ അവയവങ്ങളും ചലിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരണ ചെയ്യണേ. കലാമിൽ ലിസാൻ വമശീർ റിജ്ലൈൻ വബത്ശിൽ യദൈൻ വനദറിൽ ഐനൈൻ വസമാഇൽ ഉദ്നൈൻ. നാവ് കൊണ്ടുള്ള സംസാരം, കാലുകൊണ്ടുള്ള നടത്തം, കൈകൊണ്ടുള്ള പിടുത്തം, കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം, ചെവികൾ കൊണ്ടുള്ള കേൾക്കൽ. മാദാ അറത്ത ബിദാ മാദാ അറത്ത ബിഹാദാ, ഇതുകൊണ്ടൊക്കെ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്? കണ്ടപ്പോൾ, പിടിച്ചപ്പോൾ, സംസാരിച്ചപ്പോൾ,
സംസാരിച്ചപ്പോൾ നടന്നപ്പോൾ എന്താണ് നിങ്ങളുടെ നീയത്തുണ്ടായിരുന്നത് എന്ന് വിചാരണ ചെയ്യണം. വലിമൻ ഫഅൽതഹു, നീ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? വഅലാ അയ്യി വജ്ഹിൻ ഫഅൽത, ഏതൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്തത്? അതായത് കണ്ടതും കേട്ടതും നടന്നതുമൊക്കെ ഏതടിസ്ഥാനത്തിലാണ് എന്നിങ്ങനെയൊക്കെ സ്വയം വിചാരണ ചെയ്യണം. ഇതാണ് വിചാരണയുടെ ഒരു രീതി എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. കാരണം ഒരു മടക്കമുണ്ട് പ്രിയമുള്ളവരെ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അപ്പോൾ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? ഈ ആയത്തിന്റെ തഫ്സീറായി മറ്റൊരു ആയത്ത് മുഫസ്സിറുകൾ കൊണ്ടുവരികയാണ്. 75-ാമത്തെ അധ്യായം സൂറത്തുൽ ഖിയാമയുടെ 36-ാമത്തെ വാചകം, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്? ആഖിറത്തിൽ അല്ലാഹു വെറുതെ വിട്ടേക്കപ്പെടുമെന്നാണോ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യർ കണക്കാക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്. ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ, കൊണ്ടുവരപ്പെടും, എല്ലാം കൊണ്ടുവരപ്പെടും. രഹസ്യവും പരസ്യവും ഒരുപോലെ വിചാരണ ചെയ്യപ്പെടും. അല്ലാഹു പറയാണ് 21-ാമത്തെ അധ്യായം സൂറത്തു അൽ അംബിയ 47-ാമത്തെ ആയത്ത്, വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ وَإِن كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا, അത് മനുഷ്യരുടെ കർമ്മം ഖൈറാകട്ടെ ഷർറാകട്ടെ ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. ദേ സംഗതി പ്രിയപ്പെട്ട പൊന്നുമോനോട് മഹാനായ ലുഖ്മാൻ തന്റെ പൊന്നുമോനോട് വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം 16-ാമത്തെ ആയത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോൻ ലുഖ്മാനോട് ചോദിക്കുന്നു, മോൻ വാപ്പാ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തി അല്ലാഹു കൊണ്ടുവരപ്പെടുമോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എൻ്റെ കുഞ്ഞുമോനെ, തീർച്ചയായും അത് കാര്യം സംഗതി ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതാണെങ്കിലും എന്നിട്ടതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും അല്ലാഹു അത് കൊണ്ടുവരുന്നതാണ്. ഖൈറായാലും ഷർറായാലും അല്ലാഹു കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ കിതാബിലൂടെ റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. ഈ ഒരു ധാരണയോടെ ജീവിക്കുന്നവരാണ് ഹിസാബൻ യസീറ, ലളിതമായ വിചാരണക്ക് വിധേയരാകുന്നവർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മരണാനന്തര ലോകത്തിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നവരും അവരാണ്. അല്ലാഹു അക്ബർ. നമുക്ക് സമയം അവസാനിക്കാനായി. അതുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. 50,000 കൊല്ലത്തോളം ദൈർഘ്യമുണ്ടാകുന്ന വിചാരണയുടെ ഒരു ദിവസം കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാന്നൊക്കെ ഉള്ളത്. എന്നാൽ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ശരിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യൗമുൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ യൗമുൻ വാഹിദ് എന്നാണ്, ഒരൊറ്റ ദിവസമാണ്. പക്ഷെ അതിൻ്റെ ദൈർഘ്യം 50,000 കൊല്ലത്തോളം ഉണ്ടാകുമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുന്നൊരു കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ. എന്താ അല്ലാഹു പറഞ്ഞത്? സഅല സായിലും ബിഅദാബിൻ വാഖിഅ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. അല്ലാഹു അക്ബർ. ക്ഷമിക്കണം, അതിൻ്റെ ഇടയിൽ ഒരു ആയത്ത് വിട്ടുപോയി. മിനല്ലാഹി ദിൽ മആരിജ് തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. സംഭവിക്കാനിരിക്കുന്ന ഒരു ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് അതാ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനൊരു പശ്ചാത്തലമുണ്ട്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല.
കാഫിറുകൾക്ക് അത് തടുക്കുവാൻ ആരുമില്ല. കയറിപ്പോകുന്ന വഴികളും വഴികളുടെ അധിപനായ അള്ളാഹുവിൽ നിന്ന് വരുന്ന ശിക്ഷയെ 50,000 കൊല്ലത്തിന്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറിപ്പോകുന്നു എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ദൈർഘ്യം അത്ര പ്രധാനമാണെന്നർത്ഥം. അത്ര ദൈർഘ്യമുണ്ട്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിചാരണയുടെ ദിവസം ഒരൊറ്റ ദിവസം പോലെ ആയിരിക്കും. അതിൻ്റെ ദൈർഘ്യം അങ്ങനെയാണ്. എന്നാൽ കാഫിറുകൾക്ക് ആ ദൈർഘ്യം ഒരല്പം നന്നായി തന്നെ അനുഭവപ്പെടുമെന്നാണ്. അല്ലാഹു തആല അഅലം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അത് നീണ്ടു നിൽക്കുന്ന ഒരു ദിവസമാണ് എന്നതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ മുന്നിൽ കണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നവരാകണം നമ്മൾ. അതിനു വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം നമ്മളോട് പറഞ്ഞത് തൗഹീദാണ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് തൗഹീദ്. ശിർക്കില്ലാതിരിക്കുക, അതുപോലെ സുന്നത്ത് ബിദ്അത്തില്ലാതിരിക്കുക, ഇബാദത്ത് അതിനകത്ത് നിഫാഖും റിയാഉം സുംഅത്തും ഒന്നും വരാതിരിക്കുക, ഇഖ്ലാസോടെ ഇത്തിബാഓടെ നല്ല നീയത്തോടെ ഇഹ്സാനോടുകൂടി അമലുകൾ ചെയ്യുക. ഇത് തിരിച്ചറിഞ്ഞ് ജീവിതം ക്രമീകരിച്ചവർക്ക് മംഗളമുണ്ട്. അവരാണ് വലത്തെ കയ്യിൽ രേഖ ലഭിച്ചവൻ. അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എനിക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ആയത്ത് ഓതിയിട്ട് അവസാനിപ്പിക്കുന്നത്. ഫഹുവ ഫീ ഈശത്തിർ റാളിയ ഫഹുവ ഫീ ഈശത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അതിനാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാകുന്നു. ഉന്നതമായ സ്വർഗത്തിൽ അവയിലെ പഴങ്ങൾ അടുത്തു വരുന്നവയാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നൊരു വാചകമുണ്ട്. പ്രിയമുള്ളവരത് ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിൻ്റെ ഫലമായി, ഏതാണ് ഈ കഴിഞ്ഞുപോയ ദിവസം? ദുനിയാവിലെ ജീവിതമാണ്. ആ ജീവിതത്തിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിൻ്റെ ഫലമായി എവിടേക്ക് വേണ്ടിയാണ് നിങ്ങൾ മുൻകൂട്ടി ചെയ്തത്? സ്വർഗത്തിൽ അല്ലാഹുവിന്റെ തൃപ്തി, ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ലിഖാ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്തത്. അതിൻ്റെ ഫലമായി ആനന്ദത്തോടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. അല്ലാഹു അക്ബർ. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അല്ലാഹു അക്ബർ. ഈ ദുനിയാവ് ഇപ്പോൾ ഈ ഒരു നിമിഷം വരെയും നമ്മൾ ജീവിച്ച ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതം എവിടേക്ക് വേണ്ടിയുള്ളതാണ്? ആഖിറ ലക്ഷ്യം വെച്ചിട്ടാണ്. അതുകൊണ്ട് വിശ്വാസം നന്നാക്കുക, കർമ്മങ്ങൾ നന്നാക്കുക, ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ രാപ്പാർക്കാൻ, ജീവിക്കാൻ, ആസ്വദിക്കാൻ അല്ലാഹ്ക്ക് മാത്രം അറിയുന്ന ആ ഒരു സുഖങ്ങളുടെ ലോകത്തെ ഉപയോഗപ്പെടുത്താൻ ഈ ദുനിയാവാണ് അള്ളാഹു നമുക്ക് നൽകിയത്. വാചകം അവസാനിപ്പിക്കുകയാണ്. ദുനിയാവിന് വേണ്ടി അള്ളാഹു നൽകിയത് ദുനിയാവാണ്, ആഖിറത്തിന് വേണ്ടിയും അള്ളാഹു നൽകിയത് ദുനിയാവാണ്. അതുകൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരിമിതമായ ഒരു സമയത്തിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ വിശദീകരിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ പരിമിതികളുണ്ടാകും. ബാക്കി ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇതുപോലെ മറ്റ് മജ്ലിസുകളിൽ ഇവിടെ പറയാത്ത കാര്യങ്ങൾ നമുക്ക് അവിടെ ഓരോ വിഷയങ്ങളായിട്ട് ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വന്നിരിക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന, ഇത് സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഖൈറാത്തുകളും ബറക്കത്തുകളും നിഅമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും വിഷമതകളും അള്ളാഹു തആല നമുക്ക് ആദരിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ ദീന് അത് മുറുകെ പിടിച്ച് ആ ദീനിൻ്റെ ദഅവത്തുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹിസ്ബിയത്തില്ലാത്ത, കക്ഷിത്വമില്ലാത്ത, ശുദ്ധമായ ഖാലിസായ ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളായ മാതാപിതാക്കളുണ്ട്. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത രോഗികളും രോഗികളല്ലാത്തവരുമുണ്ട്. അള്ളാഹുർക്കൊക്കെ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു തആല
സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ മുറാദുകൾ അള്ളാഹു തആല അത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ സിറിയ, ഫിലസ്തീൻ അടക്കം ഒരുപാട് സ്ഥലത്ത് പീഡിപ്പിക്കപ്പെടുന്ന, അടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുർക്ക് സമാധാനം ചൊരിയുമാറാകട്ടെ. അവിടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹാദത്തിൻ്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ നാട്ടിൽ അത്തരമൊരു മുസീബത്ത് വരുന്നതിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.